ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ബാക്കി ടോപ്പിക്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. സം റിസൾട്ട്സ് ഫ്രം കോമ്പിനേഷൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നതെന്ന് നമ്മൾ നോക്കുന്നത്. ഇഫ് എ ബാഗ് കണ്ടെയ്ൻസ് 6 വൈറ്റ് ആൻഡ് 4 ബ്ലാക്ക് ബോൾസ് ദെൻ പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് എ വൈറ്റ് ബോൾ ഈസ് ഈക്വൽ ടു, അപ്പോൾ നമ്മുടെ ഒരു ബാഗിനകത്ത് 6 വൈറ്റ് ബോളും ഉണ്ട്, 4 ബ്ലാക്ക് ബോളും ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര ബോൾസാണ് ഉള്ളത്? 10 ബോൾസാണുള്ളത്. അപ്പോൾ അതിനകത്ത് 6 വൈറ്റാണ്, 4 ബ്ലാക്കാണ്. അപ്പോൾ അതിനകത്തുനിന്ന് ആ ഒരു ബാഗിനകത്ത് നമ്മൾ ഒരു വൈറ്റ് ബോൾ ഡ്രോ ചെയ്യുക എന്നുള്ളതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 6 വൈറ്റ് ബോൾസ് ടോട്ടലുള്ളത്. സോ 6 നിന്ന് ഡ്രോ ചെയ്യുന്നു. സോ 6C1 ആയിരിക്കും അവിടെ വരുന്നത്. അതുപോലെ ടോട്ടൽ 10 ബോൾസ് ആണുള്ളത്, അതിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്യുന്നതാണ് ഡിനോമിനേറ്റർ വരുന്നത്. സോ 10C1 ആയിരിക്കും വരുന്നത്. ഇനി പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് 2 വൈറ്റ് ബോൾസ്, 2 വൈറ്റ് ബോൾ ഡ്രോ ചെയ്യണമെങ്കിൽ 6 വൈറ്റ് ബോൾ ടോട്ടൽ ഉള്ളത്. സോ 6C2 ആയിരിക്കും ന്യൂമറേറ്ററിൽ വരുന്നത്. അതുപോലെ 10C2 ആയിരിക്കും ഡിനോമിനേറ്ററിലും വരുന്നത്. ഇനി പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് 3 വൈറ്റ് ബോൾസ് എങ്ങനെ? 6 ഉള്ളത്. സോ 6C3 ആണ് വരുന്നത് ന്യൂമറേറ്ററിൽ, 10C3 ആണ് ഡിനോമിനേറ്ററിൽ വരുന്നത്. ഇനി 4 വൈറ്റ് ബോൾസ് ആണെങ്കിലോ ഇതുപോലെ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്തു പോകുന്നു. മൊത്തം 6 ആണ്, അതിൽ നിന്ന് 4 ഡ്രോ ചെയ്യുന്നു. സോ 6C4 ന്യൂമറേറ്ററിൽ വരും. ടോട്ടൽ 10 ബോൾസ് ആണുള്ളത്, അതിൽ നിന്ന് 4 എടുക്കുന്നു. സോ ഡിനോമിനേറ്ററിൽ 10C4 എന്ന് പറഞ്ഞ് വരും. ഇനി പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് 2 വൈറ്റ് ആൻഡ് 2 ബ്ലാക്ക് ബോൾസ്, അപ്പോൾ 2 വൈറ്റും എടുക്കുന്നുണ്ട്, 2 ബ്ലാക്കും എടുക്കുന്നുണ്ട്. അപ്പോൾ 2 വൈറ്റ് എടുക്കുന്നതിൻ്റെ പ്രോബബിലിറ്റി എന്താ? മൊത്തം 6 വൈറ്റ് അല്ലേ ഉള്ളത്. സോ 6 നിന്ന് 2 എടുക്കുന്നു, 6C2. പിന്നെ അതുപോലെ തന്നെ 4 ബ്ലാക്ക് ബോളാണുള്ളത്, അതിൽ നിന്ന് 2 എടുക്കുന്നു. സോ 4C2. അപ്പം 6C2 ഇൻറ്റു 4C2 ആണ് ന്യൂമറേറ്റർ വരുന്നത്. ഓർക്കുക, ഇൻറ്റു ആണ് വരുന്നത്. അപ്പോൾ 6C2 ഇൻറ്റു 4C2 ന്യൂമറേറ്റർ വരും. ഡിനോമിനേറ്ററിൽ എന്താ വരുന്നത്? മൊത്തം 10 ബോൾസാണ് ഉള്ളത്. സോ 2 വൈറ്റും 2 ബ്ലാക്കും എടുക്കണം. അതായത് മൊത്തം 4 ബോൾ എടുക്കണം. 10 ബോൾ ഉള്ളതിൽ നിന്ന് 4 ബോൾ എടുക്കണം. സോ ഡിനോമിനേറ്റർ വരുന്നത് എത്രയാണ്? 10C4 ആയിരിക്കും വരുന്നത്. ഇനി പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് 1 വൈറ്റ് ആൻഡ് 3 ബ്ലാക്ക് ബോൾസ്, ഇതുപോലെ തന്നെ ഒരു വൈറ്റ് ഡ്രോ ചെയ്യണം. 6 വൈറ്റ് ബോളിൽ നിന്ന് 1 ഡ്രോ ചെയ്യണമെങ്കിൽ 6C1, 4 ബ്ലാക്ക് ബോളിൽ നിന്ന് 3 എടുക്കണം. സോ 4C3. ഡിനോമിനേറ്ററിൽ സെയിം തന്നെ, മൊത്തം 4 ബോൾ എടുക്കണം 10 നിന്ന്, അതുകൊണ്ട് 10C4 ആയിരിക്കും വരുന്നത്. ഇനി പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് 3 വൈറ്റ് ആൻഡ് 1 ബ്ലാക്ക് ബോൾ, 3 വൈറ്റ് എടുക്കണമെങ്കിൽ മൊത്തം 6 വൈറ്റ് ആണുള്ളത്. സോ 6C3 ഇൻറ്റു ഒരു ബ്ലാക്ക് എടുക്കണം, 4 മൊത്തം ഉള്ളത്. സോ 4C1 ഡിവൈഡ് ബൈ 10C4. ഇതുപോലെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി ഈ കോമ്പിനേഷനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നോക്കാം. വാട്ട് ഇസ് എ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 3 വൈറ്റ് ബോൾ ഇൻ എ ഡ്രോ ഓഫ് 3 ബോൾസ് ഫ്രം എ ബോക്സ് കണ്ടെയ്നിങ് 5 വൈറ്റ് ആൻഡ് 4 ബ്ലാക്ക് ബോൾസ്? ഈ സിമിലർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് മൊത്തം 5 വൈറ്റ് ബോളും 4 ബ്ലാക്ക് ബോളും ഉണ്ടൊരു ബോക്സിനകത്ത്. അതിനകത്ത് നിന്ന് നമുക്ക് 3 വൈറ്റ് ബോളിനെ എടുക്കണം. അപ്പം അതിനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് എത്രയാണ്? എത്ര വൈറ്റ് ബോളാണ് മൊത്തം ഉള്ളത്? 5 സോ 5 നിന്ന് 3 എടുക്കണം. 5C3. 5C3 എങ്ങനെയാണ് ചെയ്യുന്നതെന്നറിയോ? 5 ഇൻറ്റു 4 ഇൻറ്റു 3, അതായത് 5 ആണല്ലോ മേളിൽ വന്ന് ന്യൂമറേറ്റർ വന്നിരിക്കുന്നത്. 5C3യിൽ മേളിൽ കിടക്കുന്ന 5. സോ 5 നിന്ന് താഴോട്ട് 3 മൾട്ടിപ്ലൈ ചെയ്യുക. ആ 3 മൾട്ടിപ്ലൈ ചെയ്യുന്നുള്ളത് എങ്ങനെയാണ് വന്നത്? 5C3 എന്ന് പറഞ്ഞാൽ കിടക്കുന്നത്. സോ ആ 3 മൾട്ടിപ്ലൈ ചെയ്യുക. 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ ഈ 3 C3 3 കിടക്കുന്നത്. സോ 3 ഇൻറ്റു 2 ഇൻറ്റു 1, 3 പ്രാവശ്യം ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് 10 എന്ന് പറഞ്ഞാൽ കിട്ടുന്നത്. ഇനി ടോട്ടൽ നമ്പർ ഓഫ് കേസസ് എത്രയാണ്? ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് നമ്മുടെ ബോക്സിനകത്ത് 9 ബോൾസ് ആണുള്ളത്, അതിൽ നിന്ന് നമ്മൾ 3 എടുക്കുന്നു. സോ 9C3. 9C3 എങ്ങനെ എഴുതുന്നത്? 9C3. അപ്പോൾ 3 ടൈംസ് ആണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. സോ 9 ഇൻറ്റു 8 ഇൻറ്റു 7 ന്യൂമറേറ്റർ വരും. 9C3 ആണ് 3 ടൈംസ് വരുന്നുണ്ട്. 3 നിന്ന് താഴോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3 ഇൻറ്റു 2 ഇൻറ്റു 1, അപ്പോൾ നമുക്ക് 84 എന്ന് പറഞ്ഞ് കിട്ടും. ഇനി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 3 വൈറ്റ് ബോൾസ്, 3 വൈറ്റ് ബോൾസ് കിട്ടാനുള്ള പ്രോബബിലിറ്റി ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്യുക. 5C3 ഡിവൈഡ് ബൈ 9C3, അത് നമുക്ക് 10 ഡിവൈഡ് ബൈ 84 ചെയ്യുമ്പോൾ 5/42 എന്ന് പറഞ്ഞ് കിട്ടും. പ്രോബബിലിറ്റിയുടെ ഈ കോമ്പിനേഷൻ പെർമ്യൂട്ടേഷനൊക്കെ നിങ്ങൾ മാത്സ് ക്ലാസ്സിൽ ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 15 നോക്കാം. എ കമ്മിറ്റി ഈസ് ടു ബി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ സെലക്ടിങ് 2 people at random from a group consisting 3 economists and 4 statisticians. Find the probability that the committee will consist of first one 2 economics, second one 2 statisticians, first one 1 economist and 1 statistician. അപ്പോൾ ഒരു കമ്മിറ്റിയിൽ കുറച്ച് സ്റ്റാറ്റിസ്റ്റീഷ്യൻസും എക്കണോമിസ്റ്റും ഉണ്ട്. അപ്പം നമുക്ക് അവർ സെലക്ട് ചെയ്യുന്ന പ്രോബബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മൊത്തം 3 എക്കണോമിസ്റ്റും 4 സ്റ്റാറ്റിസ്റ്റീഷ്യൻസും ആണുള്ളത്. അപ്പോൾ മൊത്തം എത്ര പേരാണ്? 7 പേര് ഇവിടെ ഉണ്ട്. നമ്മളോട് ആദ്യം ചോദിച്ചിരിക്കുന്നത് 2 എക്കണോമിസ്റ്റിനെ സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി. അപ്പം 2 എക്കണോമിസ്റ്റിനെ സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി. മൊത്തം എത്ര എക്കണോമിസ്റ്റാണ് ഉള്ളത്?
3 പേരെ ഉള്ളത്, അതിൽ നിന്ന് 2 പേരെ സെലക്ട് ചെയ്യണം. സോ 3C2 ആണ് ന്യൂമറേറ്ററിൽ വരുന്നത്. ഡിനോമിനേറ്ററിൽ മൊത്തം അതായത് ടോട്ടൽ എത്ര പേരാ? 7 പേര്. അതിൽ നിന്ന് 2 പേരെ സെലക്ട് ചെയ്യണം. സോ 7C2 ആണ് ഡിനോമിനേറ്റർ വരുന്നത്. അപ്പോൾ 3C2 / 7C2 ചെയ്യുമ്പം 3 / 21 എന്ന് പറഞ്ഞാൽ കിട്ടുന്നത്. സോ 1/7 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് 2 സ്റ്റാറ്റിസ്റ്റീഷ്യൻസ്. 2 സ്റ്റാറ്റിസ്റ്റീഷ്യനെ സെലക്ട് ചെയ്യണമെങ്കിൽ മൊത്തം എത്ര സ്റ്റാറ്റിസ്റ്റീഷ്യൻസ് ആവുള്ളത്? 4 പേര്. സോ 4-ൽ നിന്ന് 2 പേരെ സെലക്ട് ചെയ്യണം. 4C2 / ടോട്ടൽ 7 ആണ് 7C2. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 6/21 2/7 എന്ന് പറഞ്ഞാൽ കിട്ടുന്നത്. ഇനി പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് 1 എക്കണോമിസ്റ്റ് ആൻഡ് 1 സ്റ്റാറ്റിസ്റ്റീഷ്യൻ. ഒരു എക്കണോമിസ്റ്റിനെയും ഒരു സ്റ്റാറ്റിസ്റ്റീഷ്യനെ സെലക്ട് ചെയ്യണമെങ്കിൽ മൊത്തം എത്ര എക്കണോമിസ്റ്റാണ്? 3 പേര്. 3-ൽ നിന്ന് 1-നെ സെലക്ട് ചെയ്യണം. സോ 3C1 ഇൻറ്റു ആൻഡ് വരുന്നതുകൊണ്ടാണ് ഇവിടെ ഇൻറ്റു വരുന്നത്. ഓറാണ് വരുന്നതെങ്കിൽ പ്ലസ് ആയിരിക്കും വരുന്നത്. അതെപ്പോഴും ഓർത്തിരിക്കുക. സെലക്ടിങ് 1 എക്കണോമിസ്റ്റ് ആൻഡ് 1 സ്റ്റാറ്റിസ്റ്റീഷ്യൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ 3C1 കഴിഞ്ഞിട്ട് ഇൻറ്റു സിമ്പിൾ വന്നിരിക്കുന്നത്. ഇനി സ്റ്റാറ്റിസ്റ്റീഷ്യൻ, ഒരു സ്റ്റാറ്റിസ്റ്റീഷ്യനെ സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? മൊത്തം 4 സ്റ്റാറ്റിസ്റ്റീഷ്യൻസ് ആണുള്ളത്. സോ 4C1 3C1 ഇൻറ്റു 4C1 / മൊത്തം 7 പേരാണുള്ളത്. അതിൽ നിന്ന് നമ്മൾ ഒരു സ്റ്റാറ്റിസ്റ്റീഷ്യനും ഒരു എക്കണോമിസ്റ്റോട് വരുമ്പോൾ 2 പേരാവും. അപ്പോൾ 2 പേരെ സെലക്ട് ചെയ്യണം. സോ 7C2 വരും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ 3 × 4 / 21 എന്ന് പറഞ്ഞാൽ വരുന്നത് 4/7 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി എ ബാഗ് കണ്ടെയ്ൻസ് 7 white and 9 black balls. 3 balls are drawn together. What is the probability that first one all are black, second one all are white, third one 1 white and 2 black, fourth one 2 white and 1 black? ഇതെല്ലാം സിമിലർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഫസ്റ്റ് വൺ എല്ലാം ബ്ലാക്ക് ആവണം. എല്ലാം ബ്ലാക്ക് ആവാനുള്ള ചാൻസ്. മൊത്തം ഇവിടെ എത്ര ബ്ലാക്ക് ബോൾസാണ് ഉള്ളത്? 9 ബ്ലാക്ക് ബോൾസാണ് ഉള്ളത്. അപ്പം നമ്മളോട് ആദ്യം ചോദിച്ചിരിക്കുന്നത് എല്ലാം ബ്ലാക്ക് ആവാനുള്ള പ്രോബബിലിറ്റി. നമ്മൾ 3 ബോൾസിനെയാണ് അറ്റ് എ ടൈം ഡ്രോ ചെയ്യുന്നതെന്ന് ഇവിടെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. സോ ആ 3 ബ്ലാക്ക് ആവാനുള്ള പ്രോബബിലിറ്റി തന്നെ 9C3 / മൊത്തം എത്ര ബോൾസാണ്? 9 + 7 16 ബോൾസാണ്. സോ 16C3 അത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 3/20 എന്ന് പറഞ്ഞ് കിട്ടും. ഇനി പ്രോബബിലിറ്റി ഓൾ ആർ വൈറ്റ് ആണെങ്കിൽ 3 ബോളും വൈറ്റ് ആയിരിക്കണം. അതായത് മൊത്തം 7 വൈറ്റ് ബോൾസ് ആണുള്ളത്. അതിൽ 3 വൈറ്റ് ആയിരിക്കണം. 7C3 / ടോട്ടൽ 16 ആണ്. 16C3 ചെയ്യുമ്പോൾ നമുക്ക് 1/16 ആയിട്ട് കിട്ടും. ഇനി പ്രോബബിലിറ്റി ഓഫ് 1 വൈറ്റ് ആൻഡ് 2 ബ്ലാക്ക്. ഒരു വൈറ്റ് കിട്ടണമെങ്കിൽ മൊത്തം 7 വൈറ്റിൽ നിന്ന് ഒരെണ്ണം കിട്ടണമെങ്കിൽ 7C1 ഇൻറ്റു 2 ബ്ലാക്ക്. 9 ബ്ലാക്ക് ആണുള്ളത്. സോ 9C2 / മൊത്തം നമുക്ക് 16 ബോൾസ് ആണ്. ഒരു വൈറ്റും 2 ബ്ലാക്കോട് കൂട്ടുമ്പോൾ 3 ബോളാവും. സോ 16C3 ആയിരിക്കും നമുക്ക് പ്രോബബിലിറ്റി ഓഫ് 1 വൈറ്റ് ആൻഡ് 2 ബ്ലാക്കിന് കിട്ടുന്നത്. ഇനി പ്രോബബിലിറ്റി ഓഫ് 2 വൈറ്റ് ആൻഡ് 1 ബ്ലാക്ക് ആണല്ലോ. മൊത്തം 7 വൈറ്റിൽ നിന്ന് 2 എണ്ണം സെലക്ട് ചെയ്യണം. സോ 7C2 ഇൻറ്റു 1 ബ്ലാക്ക്. മൊത്തം 9 ബ്ലാക്കിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യണം. 9C1 / ടോട്ടൽ നമുക്ക് 16 ബോൾസ് ആണ്. അതിൽ നിന്ന് 2 വൈറ്റും 1 ബ്ലാക്കോട് കൂട്ടുമ്പോൾ 3 കിട്ടും. 16C3 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 27/80 എന്ന് പറഞ്ഞ് കിട്ടും. ഇനി 17th question. The letters of the word statistics are written on 10 identical cards. If 2 cards are drawn at random, what is the probability that first one, if 1 S and 1 I will occur together, second one 2T will occur together? നമുക്ക് തന്നിരിക്കുന്ന വേർഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ളതാണ്. അതിനകത്ത് ടോട്ടൽ ലെറ്റേഴ്സ് എന്ന് പറയുന്നത് 10 എണ്ണമാണ് ഉള്ളത്. അതിൽ S 3 എണ്ണം ഉണ്ട്, T 3 എണ്ണം ഉണ്ട്, A 1 എണ്ണം, അതുപോലെ I 2 എണ്ണം, പിന്നെ C 1 എണ്ണം. അപ്പോൾ അങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള വാക്കിനകത്ത് 10 ലെറ്റേഴ്സ് ആണുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് 1 S ആൻഡ് 1 I. ഒരു എസ്സും ഒരു ഐയും സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? അപ്പം മൊത്തം നമുക്ക് 3 S ആണുള്ളതെന്ന് പറഞ്ഞു. അതിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്യണമെങ്കിൽ എത്രയായിരിക്കും? 3C1 ഇൻറ്റു 1 I. മൊത്തം നമുക്ക് എത്ര ഐ ആ ഉള്ളത്? 2 I ആ ഉള്ളത്. സോ 2C1 / ടോട്ടൽ ലെറ്റേഴ്സ് 10 ആണ്. അതിൽ നിന്ന് ഒരു എസ്സും ഒരു ഐയും സെലക്ട് ചെയ്യുമ്പോൾ 2 ലെറ്റേഴ്സ് ആവും. സോ / 10C2 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. അപ്പോൾ 6/45 ദാറ്റ് ഈസ് 2/15 ആണ് കിട്ടുന്നത്. ഇനി പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് 2T. മൊത്തം നമുക്ക് എത്ര T ആ ഉള്ളത്? 3 T ആ ഉള്ളത്. അപ്പോൾ അതിൽ നിന്ന് 2 എണ്ണം സെലക്ട് ചെയ്യണമെങ്കിൽ 3C2 / ടോട്ടൽ 10 ലെറ്റേഴ്സ് ആണുള്ളത്. അതിൽ നിന്ന് 2 എണ്ണം സെലക്ട് ചെയ്യുമ്പോൾ 10C2 ദാറ്റ് ഈസ് 3/45 ദാറ്റ് ഈസ് 1/15. അപ്പോൾ ഒരു നോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് നൺ. അപ്പം അറ്റ്ലീസ്റ്റ് 1 എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ, അതായത് ടോട്ടൽ പ്രോബബിലിറ്റി 1 അല്ലേ, ആ 1-ൽ നിന്ന് ഒന്നും കിട്ടത്തില്ലാത്ത നണ്ണിൻ്റെ പ്രോബബിലിറ്റി നമ്മൾ മൈനസ് ചെയ്ത് കളഞ്ഞിട്ടാണ് അറ്റ്ലീസ്റ്റ് 1 എന്നുള്ളതിൻ്റെ പ്രോബബിലിറ്റി സാധാരണ കണ്ടുപിടിക്കുന്നത്. അതായത് ഈസി ആയിട്ടുള്ള മെത്തേഡ്. നമുക്ക് അതിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. There are 4 men and 3 women. Find the probability of selecting 3 of which. First one, exactly 2 are women. No women.
അറ്റ്ലീസ്റ്റ് 1 വിമൻ, അറ്റ്ലീസ്റ്റ് 2 വിമൻ, അറ്റ് ദ മോസ്റ്റ് 2 വിമൻ. അപ്പം നമുക്ക് തന്നിരിക്കുന്നത് 4 മെന്നും 3 വിമനുമാണ് ഉള്ളത്. അപ്പം അതിനകത്ത് നമുക്ക് 3 പേരെ സെലക്ട് ചെയ്യണം. 3 പേരെ സെലക്ട് ചെയ്യണമെന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് എക്സാക്ട്ലി 2 വിമൻ. നമുക്ക് മൊത്തം എത്ര പേരെ സെലക്ട് ചെയ്ത് 3 പേരെ സെലക്ട് ചെയ്യേണ്ടത്, അതിൽ എക്സാക്ട്ലി 2 വിമൻ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം 2 പെണ്ണുങ്ങളും 1 മാനും ആണെങ്കിൽ മാത്രമേ ആ ഒരു കാര്യത്തിൽ ശരിയാവത്തുള്ളൂ. സോ നമുക്ക് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് 3 വിമനകത്തുനിന്ന് 2 പേരെ സെലക്ട് ചെയ്യണം. 3C2 ഇൻറ്റു 4C1 ഡിവൈഡ് ബൈ ടോട്ടൽ എത്ര പേരാ 7. 7ൽ നിന്ന് നമ്മൾ 3 പേരെ സെലക്ട് ചെയ്യുന്നു. സോ 7C3 ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 12/35 എന്ന് പറഞ്ഞ് കിട്ടി. ഇനി പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് നോ വിമൻ. വിമനെ ഒന്നും സെലക്ട് ചെയ്തില്ല. അപ്പോൾ വിമനെ ഒന്നും സെലക്ട് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? മൊത്തം ആ 3 പേരും എന്തായിരിക്കണം? മെൻ ആയിരിക്കണം. അപ്പം മെൻ ആവുന്നതുകൊണ്ട് മൊത്തം നമുക്ക് 4 മെന്നാണുള്ളത്. അതിൽ നിന്ന് 3 പേരെ സെലക്ട് ചെയ്യുന്നു. സോ 4C3 ഡിവൈഡ് ബൈ 7C3 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 4/35. ഇനി പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 വിമൻ. ഒരൊറ്റ പെണ്ണിനെ എങ്കിലും സെലക്ട് ചെയ്യണം. അറ്റ്ലീസ്റ്റ് 1 വിമൻ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞേ? 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് നോ വിമൻ. അതായത് അറ്റ്ലീസ്റ്റ് വരുമ്പോഴത്തേക്ക് 1 മൈനസ് നൺ എന്നുള്ള അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് നോ വിമൻ. തൊട്ട് മേളത്തെ ക്വസ്റ്റ്യൻ കണ്ട് പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് നോ വിമൻ എത്രയാണ്? 4/35. സോ 1 മൈനസ് 4/35 ആണ് പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 വിമൻ. ഇനി പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 2 വിമനോ? പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 2 വിമൻ്റെ അർത്ഥം എന്താ? ഒന്നെങ്കിൽ 2 വിമൻ ആയിരിക്കണം, അല്ലെങ്കിൽ 3 വിമൻ ആയിരിക്കണം. മൊത്തം നമുക്ക് 3 വിമൻ അല്ലേ ഉള്ളൂ. സോ ഒന്നെങ്കിൽ 2 വിമൻ അല്ലെങ്കിൽ 3 വിമൻ ആയിരിക്കണം. അപ്പോൾ 2 വിമനുള്ള കേസിൽ മൂന്നാമത്തെ ആളാരായിരിക്കും? മാൻ ആയിരിക്കും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് 2 വിമൻ ആൻഡ് 1 മാൻ ഓർ മൊത്തം 3 വിമൻ. അപ്പം ഓർ വരുമ്പോൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പ്ലസ് ആണ് ചെയ്യേണ്ടത്. സോ പ്രോബബിലിറ്റി ഓഫ് 2 വിമൻ ആൻഡ് 1 മാൻ എന്നുള്ളതിൻ്റെ അതെങ്ങനെ ചെയ്യുന്നത്? മൊത്തം നമുക്ക് 3 വിമൻ ആണുള്ളത്. അതിൽ നിന്ന് 2 പേരെ സെലക്ട് ചെയ്യുന്നു. സോ 3C2 ഇൻറ്റു 1 മാൻ. 1 മാൻ എത്ര? 4C1. അതെ ഡിവൈഡ് ബൈ 7C3 പ്ലസ് 3 വിമനെ സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്താ? 3C3. സോ 3C3 ഡിവൈഡ് ബൈ 7C3. അത് ഒരുമിച്ച് എഴുതിയേക്കുന്നതാണ് ഈ കൊടുത്തിരിക്കുന്നത്. 3C2 ഇൻറ്റു 4C1 പ്ലസ് 3C3 ഡിവൈഡ് ബൈ 7C3. അപ്പോൾ നമുക്ക് എത്രയായിട്ട് കിട്ടി? 13/35 എന്ന് പറഞ്ഞ് കിട്ടി. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് അറ്റ് ദ മോസ്റ്റ് 2 വിമൻ. അറ്റ് ദ മോസ്റ്റ് 2 വിമൻ എന്ന് വെച്ചാൽ എന്താ? 2 വിമൻ ആണ് മാക്സിമം കാണാൻ പറ്റുന്നത്. ഇപ്പം 2 അത് താഴെയോ വിമൻ. അപ്പം പ്രോബബിലിറ്റി ഓഫ് 2 വിമൻ ഓർ 1 വിമൻ ഓർ നോ വിമൻ, അതാണ് അറ്റ് ദ മോസ്റ്റ് 2 വിമൻ്റെ അർത്ഥം. അപ്പോൾ 2 വിമൻ ആണെങ്കിൽ മൂന്നാമത്തെ ആൾ മാൻ ആയിരിക്കണം. 1 വിമൻ ആണെങ്കിൽ ബാക്കി 2 പേരും മെൻ ആയിരിക്കണം. ഇനി 1 വിമൻ പോലും ഇല്ലെങ്കിൽ 3 ആണുങ്ങളായിരിക്കണം. സോ അതിൻ്റെ പ്രോബബിലിറ്റിയാണ് ഈ കൊടുത്തിരിക്കുന്നത്. 2 വിമൻ ആൻഡ് 1 മാനിൻ്റെ പ്രോബബിലിറ്റിയാണ് 3C2 ഇൻറ്റു 4C1. അതുപോലെ ഓറ് കൊടുത്തേക്കുന്നതുകൊണ്ടാണ് ഇടയ്ക്ക് പ്ലസ് വരുന്നത്. പ്ലസ് 1 വിമൻ ആൻഡ് 2 മെൻ. 1 വിമൻ എന്ന് വരുമ്പോൾ 3C1 ഇൻറ്റു 2 മെൻ വരുമ്പോൾ 4C2 പ്ലസ് 3 മെൻ ആണെങ്കിൽ 4C3 ഡിവൈഡ് ബൈ 7C3. അത് നമുക്ക് 12 പ്ലസ് 18 പ്ലസ് 4 ദാറ്റ് ഈസ് ഇക്വൽ ടു 34 ഡിവൈഡ് ബൈ 35 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കോമ്പിനേഷൻ്റെ പ്രോബ്ലംസ് ചെയ്യുന്നത്. കോമ്പിനേഷനകത്ത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഇവൻറ്റിന് ഫേവറബിൾ ആയിട്ടുള്ള ടോട്ടൽ എത്ര പേരുണ്ടോ അതിൽ നിന്ന് എത്ര പേരെ സെലക്ട് ചെയ്യണം എന്നുള്ളത് ന്യൂമറേറ്ററിലും, അതുപോലെ ടോട്ടൽ എത്ര പേരുണ്ടോ അതിൽ നിന്ന് എത്ര പേരെയാണോ സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളത് ഡിനോമിനേറ്ററിലും വെച്ച് ചെയ്താൽ മാത്രം മതി. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി നോക്കാം. Frequency ratio. Consider a random experiment. Let A be an event associated with the random experiment. Let us repeat the experiment n times. Let the event A happen if out of n repetition of the experiment. Then F by n is called frequency ratio or relative frequency of the event A. അപ്പോൾ ഫ്രീക്വൻസി റേഷ്യോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു റാൻഡം എക്സ്പെരിമെൻറ്റ് നടത്തുകയെന്ന് വെച്ചു. അതിൽ എ എന്ന് പറയുന്ന ഇവൻ്റാണ് ആ ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിനുള്ളത്. അപ്പം ആ ഒരു ഇവൻറ്റ് നമ്മൾ n ടൈംസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ എ ഒക്യൂർ ചെയ്യാനുള്ള ഫ്രീക്വൻസി എന്ന് പറയുന്ന എഫ് ആയിരിക്കും. ടോട്ടൽ നമുക്ക് n റെപ്പിറ്റേഷനാണ് എക്സ്പെരിമെൻറ്റിനുള്ളത്. അതിൽ എ എന്ന് പറയുന്ന ഇവൻറ്റിന് ഫേവറബിൾ ആയിട്ടുള്ളത് എഫ് നമ്പർ ഓഫ് ഐറ്റംസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എഫ് ബൈ എന്നിനെയാണ് നമ്മൾ ഫ്രീക്വൻസി റേഷ്യോ എന്ന് പറയുന്നത്. ഫ്രീക്വൻസി റേഷ്യോ അല്ലെങ്കിൽ റിലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ദ ഇവൻറ്റ് എ എന്ന് ആണ് പറയുന്നത്. ഇനി ലോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇറഗുലാരിറ്റി. ദ ഔട്ട്കംസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ് വേരി ഇൻ ആൻ unpredictable manner, but if we consider sequence of frequency ratio we can observe a regularity.
we notice that these frequency ratio have tendency to become more and more stable as the number of repetitions of the experiment increases. അപ്പോൾ നമ്മളൊരു റാൻഡം എക്സ്പെരിമെൻറ്റ് നമുക്ക് നടത്തുമ്പോഴത്തേക്ക് നമുക്കറിയാം അൺപ്രഡിക്റ്റബിൾ മാനറിലായിരിക്കും അതിൻ്റെ ആ ഒരു ഔട്ട്കംസ് വരുന്നത്. പക്ഷേ നമ്മൾ കുറേ ഫ്രീക്വൻസി റേഷ്യോസ് ഒരു സീക്വൻസി കൺസിഡർ ചെയ്യുവാണെങ്കിൽ നമുക്ക് ചെറിയൊരു റെഗുലാരിറ്റി അതിനകത്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ഫ്രീക്വൻസി റേഷ്യോ മോർ ആൻഡ് മോർ സ്റ്റേബിൾ ആകും. എപ്പോഴും നമ്മുടെ നമ്പർ ഓഫ് റെപ്പിറ്റേഷൻസ് കൂട്ടുമ്പോഴത്തേക്ക് ആ ഒരു ഫ്രീക്വൻസി റേഷ്യോ കുറച്ച് സ്റ്റേബിൾ ആകാൻ വേണ്ടി തുടങ്ങും. The frequency ratio appears to approach a fixed number as the number of repetition is increased. അപ്പം ഈ ഒരു നമ്പർ ഓഫ് റെപ്പിറ്റേഷൻ കൂടുമ്പോഴത്തേക്ക് ഈ ഒരു ഫ്രീക്വൻസി റേഷ്യോ ഏകദേശം ഒരു ഫിക്സഡ് നമ്പറിലേക്ക് വരും. This tendency of frequency ratio is to stabilize is common in all random experiment. This phenomena is known as statistical regularity. അപ്പോൾ നമ്മൾ നമ്പർ ഓഫ് റെപ്പിറ്റേഷൻസ് ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു ഫ്രീക്വൻസി റേഷ്യോ സ്റ്റെബിലൈസ് ആകുന്നെന്നുള്ളത് എല്ലാ റാൻഡം എക്സ്പെരിമെൻറ്റിലും കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഈ ഒരു ഫെനോമിനയ്ക്ക് പറയുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി എന്ന്. For example, when we toss a coin number of times, the frequency ratio of number of heads is f by n, where f is the number of heads obtained when a coin is tossed n times. അപ്പോൾ നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്പർ ഓഫ് ഹെഡ്സ് ആണ് നമ്മൾ ഇവൻ്റ് എന്ന് വെച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എഫ് ആണ് അതിന് ഫേവറബിൾ ആയിട്ടുള്ളതെങ്കിൽ ആ ഒരു ഫ്രീക്വൻസി റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ഹെഡ്സ് എന്ന് പറയുന്നത് എഫ് ബൈ എൻ ആയിരിക്കും. അതിനകത്ത് നമ്മൾ എഫ് എന്ന് പറയുന്ന നമ്പർ ഓഫ് ഹെഡ്സ് ആയിരിക്കും. എൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ കോയിൻ എൻ ടൈംസ് ടോസ് ചെയ്തു എന്നുകൊണ്ട് n ടൈംസ് ടോസ് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് n. This f by n shows a tendency to come closer and closer to 0.5 as we increase the number of tosses. Therefore, the tendency for f by n to stabilize to 0.5. അപ്പോൾ നമ്മൾ ഈ നമ്പർ ഓഫ് റെപ്പിറ്റേഷൻസ് കൂട്ടുന്നത് തോറും ഈ ഒരു എഫ് ബൈ എൻ, അതായത് ഈ ഹെഡ് ടു ടോട്ടൽ നമ്പേഴ്സ് എന്നുള്ള ആ ഒരു റേഷ്യോ 0.5ലേക്ക്, അതായത് 0.5ലേക്ക് പൊയ്ക്കൊണ്ടിരിക്കും. അപ്പം ആ ഒരു നമ്പർ ഓഫ് റെപ്പിറ്റേഷൻസ് കൂട്ടുമ്പോൾ ആ ഒരു എഫ് ബൈ എൻ സ്റ്റെബിലൈസ് ചെയ്ത് 0.5ലേക്ക് ആകും. ഇനി നമുക്ക് റിലേറ്റീവ് ഫ്രീക്വൻസി ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി നോക്കാം. ഇതിന് നമ്മൾ എംപിരിക്കൽ പ്രോബബിലിറ്റി അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി ഓർ എ പോസ്റ്റീരിയോറി പ്രോബബിലിറ്റി എന്നാണ് പറയുന്നത്. ഇഫ് വി റിപ്പീറ്റ് എ റാൻഡം എക്സ്പെരിമെൻറ്റ് എ ഗ്രേറ്റർ നമ്പർ ഓഫ് ടൈംസ് അണ്ടർ എസെൻഷ്യൽ ദ സെയിം കണ്ടീഷൻസ്, ദ ലിമിറ്റ് ഓഫ് ദ റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് ടൈംസ് that an event happens to the total number of trials as the number of trials increase indefinitely is called the probability of the happening of the event. അപ്പോൾ നമ്മൾ റാൻഡം എക്സ്പെരിമെൻറ്റ് n ടൈംസ് റിപ്പീറ്റ് സിമിലർ കണ്ടീഷനിൽ നമ്മൾ നമ്പർ ഓഫ് ടൈംസ് റിപ്പീറ്റ് ചെയ്യുവാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ദ ഇവൻ്റ് എന്ന് പറയുന്നത് ആ ഒരു ഇവൻ്റ് എക്ക് ഫേവറബിൾ ആയിട്ടുള്ള അതേ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പറിൻ്റെ അതിൻ്റെ ലിമിറ്റിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി എന്നുകൊണ്ട് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. therefore p of a is equal to limit n tends to infinity f by n, where n is the number of repetitions of the experiment and f is the number of times a happens. Probability of any event lies between 0 and 1, that is 0 less than equal to p of a less than equal to 1. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാണ് ഒരു ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0ക്കും 1നും ഇടയ്ക്കായിരിക്കും കിടക്കുന്നത്. അപ്പം 0 less than equal to p of a less than equal to 1 ആയിരിക്കും പ്രോബബിലിറ്റിയുടെ റേഞ്ച് എന്ന് പറയുന്നത്. p of a is equal to f by n, where n is the number of repetitions of the experiment and f is the number of times a happens. The minimum value of f is 0 and the maximum of value of f is n. അപ്പം നമുക്ക് ഒരു n എന്ന് പറയുന്നത് ആ ഒരു എക്സ്പെരിമെൻറ്റ് മൊത്തം എത്ര തവണ നടത്തി എന്നുള്ളതാണ് n കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എഫ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഇവൻറ്റ് എയ്ക്ക് ഫേവറബിൾ ആയിട്ടുള്ള ടോട്ടൽ എത്ര നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഉണ്ടെന്നുള്ളത്. അപ്പം എഫിൻ്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? n ആയിരിക്കും. കാരണം എന്താ, മൊത്തം n ടൈംസേ ആ ഒരു എക്സ്പെരിമെൻറ്റ് നടത്തിയിട്ടുള്ളൂ. സോ 0 ലെസ് ദാൻ ഈക്വൽ ടു എഫ് ലെസ് ദാൻ ഈക്വൽ ടു n ആയിരിക്കും. അതായത് നമുക്ക് ത്രൂ ഔട്ട് n വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0 ലെസ് ദാൻ ഈക്വൽ ടു എഫ് ബൈ n ലെസ് ദാൻ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പം 0 ലെസ് ദാൻ ഈക്വൽ എഫ് ബൈ n എന്താ? പി ഓഫ് എ ആണ്. സോ 0 ലെസ് ദാൻ ഈക്വൽ ടു പി ഓഫ് എ ലെസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ് കിട്ടും. സിൻസ് എഫ് ബൈ എൻ ടെൻസ് ടു പി ഓഫ് എ. എഫ് ബൈ എൻ നമുക്ക് മേളത്തെ ഡെഫിനിഷനിൽ നമ്മൾ പറഞ്ഞു എഫ് ബൈ എൻ എന്ന് പറയുന്നത് പി ഓഫ് എയിലേക്ക് ടെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രോബബിലിറ്റിയുടെ പ്രോപ്പർട്ടീസ് ആണ് നോക്കുന്നത്. പ്രോബബിലിറ്റി ഓഫ് എൻ ഇവൻറ്റ് ലൈസ് ബിറ്റ്വീൻ 0 and 1. 0ക്കും 1നും ഇടയ്ക്കായിരിക്കും അത് പ്രോബബിലിറ്റി ഒരു ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി കിടക്കുന്നത്. ലെറ്റ് എസ് ഡിനോട്ട് ദ സാമ്പിൾ സ്പേസ്, ദെർഫോർ എസ് ഈസ് ഷുവർ ഇവൻറ്റ്, ദെൻ പി ഓഫ് എസ് ഈസ് ഇക്വൽ ടു 1. അപ്പോൾ ഒരു ടോട്ടൽ ആ ഒരു ഔട്ട്കത്തിൻ്റെ സാമ്പിൾ സ്പേസ് നമ്മൾ എസ് എന്നുകൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ആ ഒരു എസിനകത്ത് ആ ഒരു ഇവൻറ്റിൻ്റെ ടോട്ടൽ ഔട്ട്കംസ് വരുന്നുണ്ട്. അത് ഷുവർ ഇവൻ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് പി ഓഫ് എസിൻ്റെ പ്രോബബിലിറ്റി എത്രയാണ്? 1 ആയിട്ടാണ് കിട്ടുന്നത്. ഇഫ് എ ആൻഡ് ബി ആർ ടു മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ്, ദെൻ പി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി. എയും ബിയും തമ്മിൽ കോമൺ ആയിട്ടുള്ള പോയിൻറ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി ആയിരിക്കും. ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ദ ഫോളോയിങ് ടേബിൾ ഗീവ്സ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വേജസ് ഓഫ് 1200 വർക്കേഴ്സ്
അപ്പം 1200 വർക്കേഴ്സിൻ്റെ വേജിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ് കൊടുത്തിരിക്കുന്നത്. 100 തൊട്ട് 120 വരെയുള്ള വേജ് ഉള്ളവർ 10 പേര്, 120 തൊട്ട് 140 വരെ 100 പേര്, അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് വർക്കർ സെലക്ടഡ് ഹാസ് വേജ് അണ്ടർ 140 എബോവ് 200 ബിറ്റ്വീൻ 140 ആൻഡ് 200. അപ്പം ഫസ്റ്റ് വേജ് അണ്ടർ 140ക്ക് താഴെ എത്ര പേരാണ് ഉള്ളത്? 140ക്ക് താഴെ വരുന്നത് 100ഉം 10ഉം. അപ്പം ഈ ഒരു 10 ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു 100 ഉണ്ട്, അങ്ങനെ 2 പേരാണുള്ളത്. സോ 10 + 100 ഡിവൈഡ് ബൈ ടോട്ടൽ വർക്കേഴ്സ് എത്ര? 1200. സോ 110 ഡിവൈഡ് ബൈ 1200 ആയിരിക്കും പ്രോബബിലിറ്റി ഓഫ് ദ വേജ് അണ്ടർ 140. ഇനി പ്രോബബിലിറ്റി ഓഫ് വേജ് എബോവ് 200 എത്രയാണ്? വേജ് എബോവ് 200ന് മേളിൽ എത്ര പേരാണ് ഉള്ളത്? ഒന്ന് ഇവിടെ 53 എന്നാണ് ഈ ഒരു ഒബ്സർവേഷൻ ഉള്ളത്. 53. അപ്പം 200 to 220 വരെ 53 ഉണ്ട്, അതുപോലെ 220 to 240 വരെ 42 ഉണ്ട്. സോ 53 + 42 1000 ഡിവൈഡ് ബൈ 1200. അപ്പോൾ 95/1200 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടി. ഇനി പ്രോബബിലിറ്റി ഓഫ് വേജ് ബിറ്റ്വീൻ 140 ആൻഡ് 200. 140ക്കും 200 ഇടയ്ക്ക് എത്ര പേരാണ് ഉള്ളത്? ഒരാളുണ്ട്, 500, പിന്നെ 320, പിന്നെ 175. സോ 500 + 320 + 175 ഡിവൈഡ് ബൈ ടോട്ടൽ എത്രയാണ്? 1200. സോ നമുക്ക് 995 ഡിവൈഡ് ബൈ 1200 എന്ന് പറഞ്ഞ് കിട്ടി. ഇനി നമ്മൾ പ്രോബബിലിറ്റിയുടെ മൂന്നാമത്തെ ഡെഫിനിഷനിലേക്ക് കിടക്കുവാണ്. ആക്സിയോമാറ്റിക് അപ്രോച്ച് ടു പ്രോബബിലിറ്റി. Let S be the sample space of a random experiment. Let A be an event of the random experiment so that A is a subset of S. Then we can associate a real number P of A to the event A. This number P of A will be called the probability of A if it satisfies following 3 axioms. അപ്പോൾ നമ്മൾ S എന്ന് പറയുന്നത് നമ്മുടെ റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ സാമ്പിൾ സ്പേസ് ആയിട്ട് എടുത്തു. എ എന്ന് പറയുന്ന ആ റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ ഇവൻ്റ് ആയിട്ട് എടുത്തു. അപ്പോൾ എ എന്ന് പറയുന്ന ഇവൻ്റ് എസിൻ്റെ സബ്സെറ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പി ഓഫ് എ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എ നമുക്ക് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു പി ഓഫ് എ 3 ആക്സിയംസ് സാറ്റിസ്ഫൈ ചെയ്യണം. അതിലൊന്നാമത്തെ ആക്സിയം എന്ന് പറയുന്നത് പി ഓഫ് എ ഈസ് എ റിയൽ നമ്പർ സച്ച് ദാറ്റ് പി ഓഫ് എ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ഫോർ എവറി സബ്സെറ്റ് ഓഫ് എ ഫോർ എവറി എ സബ്സെറ്റ് ഓഫ് എസ്. അതായത് പി ഓഫ് എ എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പർ ആയിരിക്കണം. ആ ഒരു റിയൽ നമ്പർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. എ എന്ന് പറയുന്നത് എസിൻ്റെ സബ്സെറ്റ് ആണെന്ന് പറഞ്ഞല്ലോ. ഇനി രണ്ടാമത്തെ ആക്സിയം പി ഓഫ് എസ് ഇസ് ഈക്വൽ ടു 1 വേർ എസ് ഇസ് ദ സാമ്പിൾ സ്പേസ്. അപ്പം ടോട്ടൽ സാമ്പിൾ സ്പേസിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 ആയിരിക്കണം. മൂന്നാമത്തെ ആക്സിയം പി ഓഫ് എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി വേർ എ ആൻഡ് ബി ആർ ടു നോൺ ഇൻ്റർസെക്റ്റിംഗ് സബ്സെറ്റ് ഓഫ് എസ്. അപ്പം യൂണിയൻ്റെ പ്രോബബിലിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി ആയിരിക്കണം. അവിടെ എയും ബിയും തമ്മിൽ കോമൺ പോയിൻറ്റ്സ് ഒന്നും കാണത്തില്ല. അങ്ങനെയുള്ള കേസാണ് പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ 3 ഡെഫിനേഷൻ ഓഫ് പ്രോബബിലിറ്റി ഒന്ന് കണ്ടു. ഒന്ന് ക്ലാസിക്കൽ ഡെഫിനേഷൻ, പിന്നെ ഒന്ന് ഫ്രീക്വൻസി അപ്രോച്ച്, ഇപ്പം മൂന്നാമത്തത് ആക്സിയോമാറ്റിക് അപ്രോച്ച്. അപ്പം നിങ്ങൾ ഇതുവരെയുള്ള പോർഷൻസ് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതുവരെ പഠിപ്പിച്ച ക്ലാസ്സിൻ്റെ നോട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചതിൻ്റെ നോട്ട് ആ ഒരു ഗൂഗിൾ ക്ലാസ് റൂമിൽ പറയുന്ന ടൈമിനുള്ളിൽ തന്നെ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ അറ്റൻഡൻസും ഇൻറ്റേർണൽ മാർക്കും തരത്തുള്ളൂ. അപ്പം നിങ്ങൾ നോക്കിയിട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും മറന്നു പോയേക്കരുത്. അടുത്ത ക്ലാസ്സിൽ നമുക്കിതിൻ്റെ ബാക്കി ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാം. താങ്ക്